ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളെ ആ ഒരു മോഡിൽ കൊണ്ടെത്തിക്കുകയാണ്. അവിടെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സന്തോഷം ലഭിക്കും. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, ദൈവമേ എനിക്ക് ഈ ഒരു സന്തോഷം കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഈ ഒരു പുതിയ ആ ഒരു കഥയിൽ ദുഃഖം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കതാണ് ആവശ്യം. കാരണം അത്രമാത്രം ദുഃഖം സഹിച്ച ആളാണ് നിങ്ങൾ. ഇവിടെ ഒരു വ്യക്തി അവരുടെ ആ ഒരു ലിമിറ്റിനപ്പുറം ദുഃഖം സഹിച്ചു. അതായത് മറ്റുള്ളവർ അവരോട് പറഞ്ഞു നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന്. പക്ഷേ ഇവർക്കറിയാം ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ മറ്റുള്ളവരെല്ലാം ഇവരെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. തെറ്റ് ചെയ്തത് നിങ്ങളാണ് എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പോഴും നിങ്ങൾ നിശബ്ദമായിട്ടിരുന്നു. അതായത് ഒരു വ്യക്തിയെ എത്രത്തോളം മോശം അവസ്ഥയിൽ കൊണ്ടെത്തിക്കാമോ അത്രത്തോളം മോശം അവസ്ഥയിൽ എത്തിച്ച് അവർക്കിനി ജീവിക്കാൻ പോലും തോന്നാത്ത അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ആൾക്കാർ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വ്യക്തി ആരോടും സംസാരിക്കുന്നില്ല, നിശബ്ദമായിട്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും അവർ കുറ്റക്കാരെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്വയം ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ. അതായത് ഭയങ്കരമായിട്ട് എല്ലാവരും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തി എവിടുന്നെങ്കിലും ചെറിയൊരു സന്തോഷം ലഭിച്ചാൽ പോലും അവർക്ക് വലിയ ഒരു സന്തോഷം പോലെയാണ്. അത്രമാത്രം വേദനയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്ഥിതിയും ഇപ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷനെ മാറ്റണം. നിങ്ങളുടെ ഈ ഒരു കഥ മാറ്റണം. പുതിയ കഥ ഉണ്ടാവണം. എപ്പോഴും ഇങ്ങനെ ദുഃഖവും കരച്ചിലുമായിട്ട് ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും വലിയ ഒരു ചേഞ്ച് വരും മുമ്പേ അവരുടെ ലൈഫിൽ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ക്രിയേറ്റ് ആകും. അതിന് ശേഷമായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അതേപോലെയാണ് നിങ്ങളുടെ കാര്യവും. അപ്പോൾ വളരെ വലിയൊരു സുഖം പ്രാപ്തമാകാൻ വേണ്ടി വളരെ വലിയൊരു ദുഃഖം നിങ്ങൾ അനുഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഫെയ്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അത് ഉറപ്പായിട്ടും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമാണ്, എൻ്റെ പുതിയ ആ ഒരു കഥയിലെങ്കിലും ആ പുതിയ ചാപ്റ്ററിലെങ്കിലും എൻ്റെ പ്രോബ്ലങ്ങളെല്ലാം അവസാനിക്കണം, എനിക്കിനി ദുഃഖിക്കേണ്ട അവസ്ഥ വരരുത് എന്ന് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിനോട്. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴാണ് ഒരു തീരുമാനം എടുക്കേണ്ട ആ ഒരു സമയം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ പേടിക്കുന്നു, ദൈവമേ ഞാൻ ഈ തീരുമാനം എടുത്താൽ എന്താവും എൻ്റെ അവസ്ഥ എന്ന്. ഇവിടെ നിങ്ങളുടെ ആ ഒരു തീരുമാനം എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് 50-50 കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് 50 പറയും ശരിയാണെന്ന്, 50 പറയും ശരിയല്ല എന്ന്. അങ്ങനൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ചില സമയം നിങ്ങളെടുത്ത തീരുമാനം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും തരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നഷ്ടം നികത്താൻ വേണ്ടിയുള്ള റിക്കവറിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതായത് നിങ്ങൾ ലൈഫിൽ ഒത്തിരി മുന്നോട്ട് പോയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെടുത്ത ഡിസിഷൻ തെറ്റായി പോയി എന്ന്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന പോലെ. ആദ്യം ഒരു തീരുമാനം എടുക്കും, പിന്നെ അത് നഷ്ടം സംഭവിക്കും, അതിനുശേഷം റിക്കവറി ഉണ്ടാകും. അങ്ങനെ ഒരു പാറ്റേണായിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വണ്ടി മുന്നോട്ട് പോകുന്നില്ല. എത്രമാത്രം കഷ്ടപ്പെട്ട് നിങ്ങളുടെ വണ്ടിയെ സ്പീഡാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും മുന്നോട്ട് പോകുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫ് എപ്പോഴും മുന്നോട്ട് പോകണം. ഒരിക്കലും പിറകിലോട്ട് പോകാൻ പാടില്ല. വളരെ തെറ്റായ രീതിയിലാണ് നിങ്ങളുടെ ലൈഫിലെ ഓരോ സാഹചര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ, ഇതിലെല്ലാം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മുന്നത്തെ ആ ഒരു ചാപ്റ്ററിലാണെങ്കിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കും, പെട്ടെന്ന് തീരുമാനം എടുക്കും, പിന്നെയാണ് മനസ്സിലാകുന്ന അയ്യോ ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന്. അങ്ങനെയൊന്നും. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു പുതിയ ചാപ്റ്ററിൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കിപ്പോൾ ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് തീരുമാനം എടുത്താലും അത് തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പുതിയ ആ ഒരു ചാപ്റ്ററിൽ ഒരിക്കലും ദുഃഖം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവത്തില്ല. കാരണം അത്രമാത്രം ദുഃഖമാണ് ഈ കഴിഞ്ഞു പോയ ചാപ്റ്ററിൽ നിങ്ങൾ ഫേസ് ചെയ്തത്. ഇവിടെ ഫെയ്റ്റഡ് ആയിട്ടുള്ള സന്തോഷം എന്താണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഈ പുതിയ ചാപ്റ്ററിൽ.
ഇവിടെ നിങ്ങൾക്ക് 177, 377 അല്ലെങ്കിൽ 399, 299 അങ്ങനെയുള്ള നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം ഈ സമയങ്ങളിൽ. 1001 കാണാൻ സാധിക്കുന്നുണ്ടാകാം. ഇവിടെ 555 ആ ഒരു എനർജി ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. 555 ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ കൊണ്ടുവരാൻ പോകുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു, ഇനി അവർക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ആ ഒരു തോന്നൽ ഉണ്ടാകും. അങ്ങനെ ഒരു മിറാക്കിൾ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഹാർട്ട് ബ്ലോക്കായിട്ടാണുള്ളത് എങ്കിൽ ആ ഒരു ഹാർട്ട് ബ്ലോക്ക് മാറ്റി അൺബ്ലോക്ക് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് ഇഷ്യൂ എന്താണോ അത് അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. സ്വയം നിങ്ങൾക്ക് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങളുടെ മേലുണ്ടെങ്കിലോ മറ്റൊരാളുടെ മേലുണ്ടെങ്കിലോ അത് ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുന്നേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നാണ്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഒരു മോശം സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന സമയത്താണ്. പക്ഷേ നിങ്ങൾക്ക് ദൈവം എപ്പോഴും എന്ത് മോശം സിറ്റുവേഷൻ ആയാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തരാറുണ്ട് ദൈവം. ഇവിടെ ഈ പുതിയ ചാപ്റ്ററിൽ നിങ്ങളുടെ ആ ഒരു ഹൃദയവും മനസ്സും വളരെ സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് മാറുന്നതായിട്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദുഃഖത്തിൻ്റെ ഗ്രാഫ് താഴോട്ടും സുഖത്തിൻ്റെ ഗ്രാഫ് മുകളിലോട്ടും പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 1, 2, 3 നമ്പർ നമ്മൾ കാണും പോലെ നിങ്ങൾക്ക് പടികൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രാഫ് ഉയരാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സുഖത്തിൻ്റെ ചില ആൾക്കാർക്ക് സ്വപ്നത്തിൽ പടികൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നത്തെ സമയം നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും കണ്ടത്. അതായത് പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ താഴെ വീഴുന്നതായിട്ട് അങ്ങനെ. പക്ഷെ ഇപ്പോൾ പടികൾ നിങ്ങൾ കയറുന്ന രീതിയിലുള്ള സ്വപ്നമാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ഈ മോശ സ്വപ്നം കണ്ട അന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ വളരെ സന്തോഷത്തോടെ പടികൾ കയറുന്ന ആ ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത്. നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ ഉണരുന്നില്ല പേടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശ സ്വപ്നം നിങ്ങൾ കാണുന്നില്ല. നല്ല സുഖമായിട്ടുള്ളൊരു ഉറക്കമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ലതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. വയറ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന. ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉറപ്പായിട്ടും നേരെയാകുന്നതാണ്. ഇവിടെ ചില ആൾക്കാർ 355 നമ്പർ കാണുമ്പോൾ പേടിക്കുന്നു, അല്ലെങ്കിൽ 53 നമ്പർ കാണുമ്പോൾ പേടിക്കുന്നു. അതൊക്കെ കൗണ്ട് ചെയ്ത് കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8. അപ്പോൾ 8 നമ്പർ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? 8 എന്ന് പറയുന്ന കർമ്മ നമ്പറാണ്. നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കൂ നിങ്ങൾ. ഇവിടെ നിങ്ങൾ പല നമ്പർ കാണുമ്പോഴും പേടിക്കുന്നുണ്ട്. അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. അതായത് നിങ്ങൾ എത്ര മോശം സാഹചര്യത്തിൽ നിന്ന് പോയാലും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും ലഭിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഡിവൈൻ്റെ ആ ഒരു ഊർജം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തി ആ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്തും. പക്ഷെ ആ ഒരു വ്യക്തി അപ്പോൾ നിങ്ങളെ സഹായിച്ചിട്ട് ഫ്രീ ആകും. പിന്നെ ആ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സമയം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ സഹായിച്ച് അവർ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ എൻ്റെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് ഉള്ള ഒരു സപ്പോർട്ടാണ് എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ചത്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കർമ്മ നല്ലതായത് കൊണ്ടാണ് ദൈവം ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാരെ അയക്കുന്നത്. ചില സമയം നമ്മൾക്ക് ഫീലാകും ആ ഒരു കാര്യം. അതായത് ഇതെനിക്കൊരു നോർമൽ കാര്യമായിട്ട് തോന്നുന്നില്ല, ഇതൊരു മിറാക്കിൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ആ ഒരു വ്യക്തി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നതുപോലെ, ദൈവം അയച്ചതുപോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നും. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം നിയറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം അനുഭവിക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടി ദൈവം ഏതെങ്കിലും വ്യക്തിയെ തക്ക സമയത്ത് അയക്കുന്നതാട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതായത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും മോശം സാഹചര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കണമെന്ന്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ്.
അപ്പോൾ ഇനി ഹെർമിറ്റ് ആയിട്ടുള്ള ആ ഒരു രീതി മറന്നേക്കുക. ആരോടും സംസാരിക്കാതെ ഇൻട്രോവേർട്ട് ആകുന്ന ആ ഒരു രീതി മറന്നേക്കുക. നിങ്ങൾ ഇനി നല്ല സംസാരിക്കും, നിങ്ങൾ ഇനി ഒറ്റപ്പെട്ടിരിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു പുതിയ ചാപ്റ്ററിൽ. പക്ഷേ അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള സംസാരം അങ്ങനെ ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ആൾക്കാരോട് സംസാരിക്കുകയോ ബന്ധം വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്താണോ ആവശ്യം അത്രമാത്രം സംസാരം. അതിനപ്പുറം വേറെ ഒരു ഇതും നിങ്ങൾക്കുണ്ടാവത്തില്ല. ഇവിടെ മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സിനെ പുറത്ത് കാണിക്കാൻ അറിയില്ല എന്ന് കാണും. പക്ഷേ ഇനി നിങ്ങൾക്ക് ആ ഫീലിങ്സ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വയം നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവമേ ഇത് ഞാനാണോ, എൻ്റെ പേഴ്സണാലിറ്റിയാണോ ഇത്ര രീതിയിൽ മാറിയത് എന്ന്. ഇവിടെ ഇനി നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാകും. മുന്നേക്ക് എന്ത് സന്തോഷം കണ്ടാലും നിങ്ങൾ വലിയതായിട്ട് ചിരിക്കാനോ ഒന്നിനും പോകത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മുന്നേ നിങ്ങൾ ഫോർമാലിറ്റിക്ക് ചിരിക്കുമായിരുന്നു, ഇനി അങ്ങോട്ട് ഫോർമാലിറ്റി എല്ലാം മാറ്റി നല്ല രീതിയിൽ ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും നല്ല ഒരു മണം വരും. ആ ഒരു മണം പക്ഷേ നിങ്ങൾക്ക് മാത്രം അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും, മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. കൂടാതെ വൈറ്റ് കളറിലോട് കൂടുതലായിട്ട് ഇഷ്ടം നിങ്ങൾക്ക് തോന്നും ഇനി അങ്ങോട്ട്. ഇനി നിങ്ങളുടെ ആ ഒരു മനസ്സ് വളരെ ശാന്തമാകുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരോട് വഴക്ക് ഇടുന്ന കാര്യം അത് ഒട്ടും തന്നെ പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴും പീസാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളെ ദൈവം ചൂസ് ചെയ്തതാണ്. നിങ്ങളുടെ ആ ഒരു ഭക്തിയും ദൈവത്തിനോടുള്ള ആ ഒരു അർപ്പണ മനോഭാവവും എല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെട്ട് നിങ്ങളെ ദൈവം ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ ആ ഒരു ചാപ്റ്ററിൽ ഒത്തിരി നിങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കും. എന്തോ ഒരു ദൈവിക ഊർജ്ജ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട്. അത് ചില സമയങ്ങൾ നിങ്ങൾക്ക് ഫീലായിട്ടുമുണ്ട്. ഒത്തിരി പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് പുതിയ ചാപ്റ്ററിൽ. ഏഞ്ചൽസിൻ്റെ കയ്യിൽ ഒരു ക്രിസ്റ്റൽ രീതിയിലുള്ള ഒരു പാത്രമുണ്ട്. ഏഞ്ചൽസ് ആ ഒരു പാത്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാത്രത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ഏഞ്ചൽസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസിൻ്റെ കയ്യിലിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള എന്ത് കാര്യമാണോ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏഞ്ചൽസ് തരും. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകും. വളരെ സഡൻ ആയിട്ടായിരിക്കും ഈ ഒരു ബ്ലെസ്സിങ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് വരും. അതിനു വേണ്ടിയാണ് ഈ ഒരു ദൈവിക ഊർജ്ജം നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴൊക്കെ മോശം സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമോ അപ്പോഴെല്ലാം സഡൻ ആയിട്ട് ഒരു ചേഞ്ച്, നല്ല ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്. അതായത് നിങ്ങൾ കിട്ടുന്ന ആ ഒരു സമ്പാദ്യം എന്താണോ അതിൽ ആരുടെയും മോശം ദൃഷ്ടി വരാൻ പാടില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും പേടിക്കുന്നു. എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് ഈ ഒരു കാര്യമാണ്, ഇതിനെ ആരും തട്ടിയെടുക്കാൻ പാടില്ല, എനിക്കിതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു പേടി എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ആരും തന്നെ നിങ്ങളുടെ ഒരു സമ്പാദ്യത്തെയും ഇനി സ്വന്തമാക്കുകയില്ല. ഈശ്വരൻ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട്. ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ നിങ്ങളോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾക്ക് ഫീലായിട്ടുമുള്ള കാര്യമാണ്. പിന്നെ എന്ത് നിങ്ങൾ പേടിക്കുന്നു? ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. നിങ്ങളുടെ ആ ജോലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമോ ആരോ കൈക്കലാക്കാൻ ശ്രമിച്ചു. അത് അവരുടെ ആ ഒരു തെറ്റായ കർമ്മ, അതിൻ്റെ ആ ഒരു അനുഭവിക്കേണ്ടി വന്ന നിങ്ങളായി കാണും. പക്ഷെ ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു പുതിയ ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് ഒരിക്കലും വിഷമം അനുഭവിക്കേണ്ടി വരത്തില്ല. ഇവിടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി മുന്നോട്ട് പോകും, ഗ്രോത്ത് ഉണ്ടാകും. നിങ്ങളുടെ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ചെയ്യുന്ന അതിലൊരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ക്യാഷ് കൊണ്ട് ക്യാഷ് നിങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എന്തോ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരും. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. അവർ നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടി ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് സുഖവുമുണ്ട്, സമൃദ്ധിയുമുണ്ട്. വളരെ സമ്പന്നമായിട്ടൊരു ലൈഫായിരിക്കും ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള വഴികൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ വഴിയിൽ നിന്ന് ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും, ഒരിക്കലും സ്റ്റോപ്പ് ആവാതെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ ഒരു ലൈഫ് ജീവിക്കും, എല്ലാ സുഖവും സമൃദ്ധിയും നിറഞ്ഞ ലൈഫ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ലൈഫ് ജീവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനെ ഒരു ലൈഫായിരിക്കും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഇത് സത്യമാവുക തന്നെ ചെയ്യും.
ചില ആൾക്കാർക്ക് അവരുടെ ജീവിതകഥ എഴുതണമെന്ന് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹമുണ്ടാകും. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതകഥ എഴുതുക. ഇപ്പോൾ നല്ല സമയമാണ് നിങ്ങളുടെ ആ ഒരു ജീവിത കഥ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ല സമയം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ ആ ഒരു ജീവിത കഥ എഴുതുവാൻ വേണ്ടി. ഇനിയും നിങ്ങൾക്ക് മടിയാണ് എങ്കിൽ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. അത് നിങ്ങൾക്ക് അത്ഭുതം നിറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ സ്വയം ആ ഒരു കഥ എഴുതണം എന്നുള്ള തോട്ടിൽ വരികയും നിങ്ങൾ എഴുതുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതം അതായിരിക്കും നിങ്ങളുടെ ചിലപ്പോൾ ടൈറ്റിൽ. കാരണം അത്രമാത്രം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആത്മകഥയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതായത് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഏത് രീതിയിൽ ടേണായി ഈ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ വന്നു എന്ന് നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ആ ഒരു കഥയിലൂടെ. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ തെറ്റിന്മേൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയെങ്കിലും തകർക്കണം, നിങ്ങൾ എപ്പോഴും സ്റ്റക്കായിട്ടിരിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം കിട്ടുക തന്നെ ചെയ്യും. കാരണം ഇനി ആരെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കാൻ ചിന്തിച്ചാൽ പോലും ദൈവം അവരെ വെറുതെ വിടത്തില്ല. അത്രമാത്രം ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ മേൽ ദൈവത്തിനുള്ളത്. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം ആണ് ഉള്ളത്, യൂണിവേഴ്സ് ആണുള്ളത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടിന് ഉള്ളത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കർമ്മം നല്ലതാണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ സത്യമുണ്ടോ അവിടെ വിജയം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ഒത്തിരി ധൈര്യത്തോടെ ഇരുന്നു. ആ ഒരു ധൈര്യത്തിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രുവുണ്ട്. അവരുടെ ആ ഒരു അവസ്ഥ ഇനി എന്താകുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നു അപ്പോഴെല്ലാം ദൈവത്തിനോടുള്ള നിങ്ങളുടെ വിശ്വാസം കൂടി വരുന്നു. ഇവിടെ ഒളിഞ്ഞിരുന്ന പല ശത്രുക്കളും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് ഒളിഞ്ഞു നിന്ന് നിങ്ങളോട് പോരാടുന്ന. അവരും വളരാൻ പോകുന്ന സമയം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഉറപ്പായിട്ടും ഈ ഒരു ശത്രു ആരും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവരെ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ വ്യക്തിയാണ് നിങ്ങളോട് ഒളിഞ്ഞിരുന്ന് പോരാടുന്നത് എന്ന്. പക്ഷേ ഇനി അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു ശത്രു പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവാനുള്ള സമയം ആയിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഇവരാദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, അതിനുശേഷം ഇവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്താക്കും യൂണിവേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും തലയിൽ ഒരു ഭാരമുള്ളതുപോലെ എപ്പോഴും തോന്നാറില്ലേ? അത് ചില ആൾക്കാരുടെ എനർജിയുടെ ആ ഒരു പ്രഭാവം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇനി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്താകുമ്പോൾ ഇങ്ങനെ ഒരു തലയ്ക്ക് ഭാരം അങ്ങനെ ഒരു സ്ഥിതി നിങ്ങൾക്ക് ഇനി ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. നല്ല രീതിയിൽ ഉറക്കവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. മാനസികമായിട്ടുള്ള ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇവർക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു, നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നു, ഇവർ ഇപ്പോഴും സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുന്നു. അതാണ് ഇവർക്ക് നിങ്ങളോട് ദേഷ്യം വരാൻ കാരണം. അപ്പോൾ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളോടുള്ള. ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഹീലിങ്ങും ഹാപ്പിനെസ്സും ലഭിക്കുന്നു. അത് കാരണം നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, ഇവരുടെ കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവരാകട്ടെ നിങ്ങളുടെ ടു Z കാര്യം അന്വേഷിച്ചിട്ട് നിങ്ങളോട് ശത്രുതാഭാവം വെച്ച് എങ്ങനെ നിങ്ങളെ തകർക്കാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ ലഭിക്കുന്നത് എന്താണോ അതിൻ്റെ ആ ഒരു ന്യൂസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ആ ഒരു വിശ്വാസം കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതോ രീതിയിലുള്ള ഒരു ഊർജ്ജ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. ചിലപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഊർജ്ജയെക്കുറിച്ച് മനസ്സിലായി കാണും. അതായത് പണ്ട് കുഞ്ഞിലെ നമ്മൾ ആകാശത്തിൽ നോക്കി ABCD അങ്ങനെ അക്ഷരങ്ങൾ നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ആക്കൂലേ, അതേപോലെ നിങ്ങൾക്ക് ആകാശത്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു ആ ഒരു അവിടെ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടും നിങ്ങൾ ഒരു തപസ്വിയെ പോലെയാണ് ഇപ്പോഴും ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾ പറയും ഈ ഒരു ദുഃഖം എന്നെ ഇങ്ങനൊരു തപസ്യ ആക്കി മാറ്റിയതായിരിക്കുമെന്ന്.
ഇവിടെ ചില സമയം നിങ്ങളുടെ ആ ഒരു കൈകൾക്കൊരു ഊർജ്ജമുണ്ട്. നിങ്ങൾ എപ്പോഴൊക്കെ പൂജ ചെയ്തിട്ട് വരുന്നു, അമ്പലത്തിൽ പോയിട്ടൊക്കെ വരുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് വ്യക്തിയാണ് എൻ്റെ ലൈഫിൽ എനിക്കെതിരെ മോശം ചെയ്യുന്നത്, ഏത് വ്യക്തിയാണ് എനിക്ക് നല്ലത് ചെയ്യുന്നത് എന്ന് അങ്ങനൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് ദേഹത്ത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്ത് ഭാവമാണ് വച്ചേക്കുന്നത് എന്ന്. ഇവിടെ എല്ലാവരുടെ കൂടെയും ഇത് ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാരുടെ കൂടെ ഇത് ഉറപ്പായിട്ടും ഉണ്ടാവുന്നുണ്ട്. അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നു മോശം വ്യക്തി ഏത്, നല്ല വ്യക്തി ഏത് എന്ന്. ചില സമയം നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഫേസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു വ്യക്തി നല്ല വ്യക്തിയാണോ മോശം വ്യക്തിയാണോ എന്ന്. ഇത്രയും നല്ലൊരു കഴിവുണ്ടായിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ഒരു ക്വാളിറ്റി എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മേൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, എന്നിട്ട് പോലും നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ പവർ എന്താണ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഇവിടെ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഒരു ഊർജ്ജ സർഫെക്സിൽ കൊണ്ടുവരും. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്ന വ്യക്തി ആരാണ്, അത് മോശം വ്യക്തിയാണോ നല്ല വ്യക്തിയാണോ എന്ന്. ഇനി ഒരു വ്യക്തിയെ കാണും മുമ്പേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നല്ലതാണോ ചിന്തിക്കുന്നത് മോശമാണോ ചിന്തിക്കുന്നത്. അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇത്രയും വയസ്സ് മുന്നോട്ട് പോയി, ഇനി എനിക്ക് എന്തോന്ന് ജീവിതമാണ് ബാക്കിയുള്ളത് എന്ന്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കത്തില്ല. ഇനിയും നിങ്ങൾ ജീവിതം ബാക്കിയുണ്ട്. അപ്പോൾ വിചാരിക്കുന്നു ഇത്രയും വയസ്സായിട്ടും എനിക്ക് ആഗ്രഹിച്ച സന്തോഷം ലഭിച്ചില്ല എന്ന്. പക്ഷെ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സെലിബ്രേഷൻ ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു പ്രതിഫലമാണത്. ആ ഒരു കർമ്മത്തിൻ്റെ ബലം നിങ്ങൾക്ക് സുഖവും സമൃദ്ധിയും എല്ലാം തരും, ഐശ്വര്യവും തരും. നിങ്ങളുടെ ലൈഫിലെ ആ ഒരു അന്ധകാരം അവസാനിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഫൈറ്റർ പോലെ ഫൈറ്റ് ചെയ്തു ഓരോ സിറ്റുവേഷനും. ഇനി സുഖം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ആ സുഖം നിറഞ്ഞ അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. ഇനി ഈ ഒരു ജീവിതം നിങ്ങൾക്ക് സന്തോഷം തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ ജീവിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മകഥ എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഴുതുക. നിങ്ങളുടെ ആ ഒരു കഥ കേട്ട് മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആകും നിങ്ങളിൽ. ഒരു ആരുടെയൊക്കെയോ ഹൃദയത്തിലുണ്ട് എൻ്റെ പേര് എല്ലാവരും അറിയണം, അങ്ങനെ ആരും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഞാനിവിടെ പോയി എന്ന് നാലാൾ അറിയണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആരോ ഉണ്ട് ഇവിടെ. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും തോറ്റുപോയ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ ലഭിച്ചു. നിങ്ങളുടെ ആ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ മറ്റുള്ളവർ നിങ്ങളിൽ ഇൻസ്പയറായി അവരുടെ ദുഃഖം എങ്ങനെ അവസാനിപ്പിക്കാം അതിനുള്ള മാർഗം, അവർക്കൊരു സൊല്യൂഷൻ നിങ്ങളുടെ പുസ്തകത്തിലൂടെ ലഭിക്കും. ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ്റെ ആ ഒരു കുറവ് ഒരിക്കലും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ഈവൻറ്റ്സ് ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു സമയത്ത് ആഗ്രഹിച്ച ആ ഒരു ഈവൻറ്റ്സ് ഇനി വരാൻ പോകുന്ന സമയം ഉണ്ടാകും. അതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ ചക്ര, അതിൽ ഇൻഡ്യൂഷൻ്റെ ആ ഒരു പവർ വളരെ നല്ല രീതിയിലാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫേസ് റീഡിങ് ഇനി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ അവരുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്ന്. കാരണം നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ ചക്ര അത്രയ്ക്ക് പവർഫുൾ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ പല സമയം നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയും നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ അത് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ലൈഫിൽ. പിന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന നല്ല കാര്യമാണ്. പിന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പക്ഷികൾക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള മൃഗങ്ങൾ, അതായത് പട്ടിയോ പൂച്ചയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുക. ഹൃദയം തുറന്ന് സന്തോഷത്തോടെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്.
ഇവിടെ ഈ ഒരു ലൈഫ് മാറുവാൻ പോവുകയാണ്. നിങ്ങളുടെ മോശം സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആകും. ആ ഒരു സാഹചര്യം കണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് ലൈഫ് ജീവിക്കും. അങ്ങനെ സാഹചര്യം ക്രിയേറ്റ് ആകും. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ എനർജി എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക. നല്ല കർമ്മങ്ങൾ മാത്രം ചിന്തിക്കുക. നല്ലത് മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.